ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. മുഹൂർത്തം തെറ്റുന്നതിന് മുമ്പ് താലി കെട്ടിക്കോളൂ. കെട്ട്. വിനീതിന് എന്നെ ഇഷ്ടപ്പെട്ടിട്ടാണോ ഈ കല്യാണത്തിന് സമ്മതിച്ചത്? അതോ ഇവിടുന്ന് കിട്ടുന്ന സ്വർണം കണ്ടിട്ടാണോ? ഇഷ്ടപ്പെട്ടു തന്നെയാ. അപ്പൊ പിന്നെ സ്വർണം ഇല്ലെന്നറിഞ്ഞപ്പോ ഈ കല്യാണം വേണ്ടെന്ന് വെച്ച് എന്നെ ഉപേക്ഷിച്ച് ഇറങ്ങി പോകാൻ നോക്കിയത് എന്തിനാ? അത് പിന്നെ അപ്പൊ വിനീത് ശരിക്കും എന്നെയല്ല ഇഷ്ടപ്പെട്ടത്. എന്റെ സ്വർണവും എനിക്കിപ്പോ കിട്ടിയ 10 ലക്ഷം രൂപയുമാണ് വിനീതിനിപ്പോ ആവശ്യം. അതിനുവേണ്ടി മാത്രമാണ് വിനീത് ഇപ്പോൾ ഈ കല്യാണത്തിന് സമ്മതിച്ചത്. ഇത് തീരുമ്പോൾ വിനീത് എന്നെ ഉപേക്ഷിക്കില്ലെന്ന് ആര് കണ്ടു? അതുകൊണ്ട് എനിക്ക് കല്യാണം വേണ്ട. മോളെ, നീ എന്തൊക്കെയായി പറയുന്നത്? അച്ഛൻ എന്നോട് ക്ഷമിക്കണം. അച്ഛൻ ഈ അമ്മയുടെ മകന്റെ കാല് വരെ പിടിച്ചില്ലേ? എന്നിട്ട് ഇവര് സമ്മതിച്ചോ? ഇല്ലല്ലോ. ഇവര് ഈ സ്വർണത്തിനും പണത്തിനും വേണ്ടി എന്നെ കൊല്ലില്ലെന്ന് അച്ഛൻ ഉറപ്പ് പറയാൻ പറ്റുമോ? പൊന്നും പണവും ആഗ്രഹിച്ചു വരുന്ന ഒരാളെ എനിക്ക് വേണ്ട. അങ്ങനെ ഒരാളെ അച്ഛൻ എനിക്ക് വരനായി നോക്കുകയും വേണ്ട. ജീവിതകാലം മുഴുവൻ ഇങ്ങനെ നിന്നാലും വീട്ടിലെ ഉപ്പും ചോറും നിന്ന് കിടന്നാലും അതിലൊരു അന്തസ്സുണ്ട് അച്ഛ. അതുപോലല്ല അച്ഛ, ഇവരുടെയൊക്കെ വീട്ടിൽ പോയി നിന്ന് ഒരു വറ്റ് ചോറ് തിന്നാലും അതിനൊരു 100 വറ്റിന്റെ കണക്ക് പറയും. ഇവള് പറയുന്നതിലും കാര്യമുണ്ട്. അപ്പൊ പിന്നെ എന്താ നിങ്ങളുടെ തീരുമാനം? പെൺകുട്ടി വേണ്ടാന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഇനിയിപ്പോ ഇവിടെ നിൽക്കാൻ പോലും നിങ്ങൾക്ക് യോഗ്യതയില്ല. ഇത് കേരളത്തിലെ മുഴുവൻ സ്ത്രീകൾക്കും വേണ്ടിയുള്ള തീരുമാനം. ഇങ്ങനെ ഉറച്ച തീരുമാനം നമ്മുടെ നാട്ടിലെ പെൺകുട്ടികൾ എടുത്താൽ ഈ സ്ത്രീധനം എന്ന ആചാരം വേരോടെ നമുക്ക് പിഴുതു മാറ്റാൻ പറ്റും. സ്ത്രീധനത്തെ ചൊല്ലിയുള്ള മരണവും കുറയും. ഇതൊരു പാഠമാണ്, ഓരോ വ്യക്തിയുടെയും ഉള്ളറകളിലേക്ക് ഇറങ്ങിച്ചെല്ലേണ്ട പാഠം. ഇതിന് ഇവിടെ തിരികൊളുത്തിന്നേ ഉള്ളൂ. ഇനി ഇത് ആളിക്കത്തിക്കേണ്ട ചുമതല ഇവിടുത്തെ ഓരോ കല്യാണ പ്രായമായ പെൺകുട്ടികളും ഏറ്റെടുക്കട്ടെ. വാ അച്ഛ, നമുക്കിറങ്ങാം. മോളെ, ഒന്നും പറയരുത്, എന്നെ തടയരുത്. സത്യാമ്മേ, നന്ദിയുണ്ട്.